നമുക്കിന്ന് റിവിഷൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലിപ്ഡ് ക്ലാസ് റൂം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനിയിപ്പം അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റാണ് വരുന്നത്. അപ്പം പോഡ്കാസ്റ്റ് സാധാരണ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കാറുള്ള ഒരു സംഗതിയാണ്. അപ്പം അത് എഡ്യൂക്കേഷനിൽ വരുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഏരിയയിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പം പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീഡിയ ഫയൽ വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ഇൻ്റർനെറ്റ് യൂസിങ് സിൻഡിക്കേഷൻ ഫീഡ്സ്. അപ്പം സിൻഡിക്കേഷൻ ഫീഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കെന്താണ് മീഡിയ ഫയൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് മീഡിയ ഫയൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ആ മീഡിയ ഫയൽസ് കൊണ്ട് എന്താണ് ഇപ്പം പ്ലേ ബാക്കിന് വേണ്ടിയിട്ടും അതുപോലെ അതെന്താണ് ആ ഒരു മീഡിയ ഫയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി പ്ലേഡ് ഓൺ പോർട്ടബിൾ മീഡിയ ഫയൽസ് ആൻഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്കത് പ്ലേ ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഈ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ട്രിസ്റ്റൻ ലോയി ഓൺ ഒക്ടോബർ 2000 അതുപോലെ ആ ഒരു കോൺസെപ്റ്റ്, അതായത് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ക്യാരി ഔട്ട് ചെയ്തത് ഡേവ് വൈനറാണ്. അപ്പോൾ ഈ ഡേവ് വൈനറാണ് RSS ഫോമാറ്റിൻ്റെ ഓതർ ഓഫ് RSS ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഡേവ് വൈനറാണ്. RSS എന്ന് പറയുമ്പോൾ റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ ഫോമാറ്റാണ്. അപ്പം പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത് ആഡം ക്യൂറിയാണ്. അപ്പം അദ്ദേഹമാണ് എന്താണ് ആപ്പിൾ സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത ആഡം ക്യൂറിയാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ എത്രത്തോളം പോപ്പുലറൈസ്ഡ് ആക്കി മാറ്റിയത്. ദെൻ ഇനി എങ്ങനെയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം പോഡ്കാസ്റ്റിൽ യൂസേഴ്സിന് എന്താണ് ദേ ഹാവ് ടു ക്രിയേറ്റ് ആൻ ഓഡിയോ ഓർ വീഡിയോ കണ്ടൻറ്റ്. ഫസ്റ്റ് ദേ ഹാവ് ടു ക്രിയേറ്റ് ആൻ ഓഡിയോ ഓർ വീഡിയോ കണ്ടൻറ്റ്. ദെൻ ദിസ് ക്യാൻ ഇൻവോൾവ് റെക്കോർഡിംഗ് ഓഡിയോ ആൻഡ് എഡിറ്റിംഗ് വീഡിയോസ്. ദെൻ കണ്ടൻറ്റ് can be captured with the portable devices and then upload to a computer or directly to a repository. അപ്പം നമുക്ക് എന്താണ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് കണ്ടൻറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടബിൾ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് ആ കണ്ടൻറ്റിനെ ക്യാപ്ചർ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു റെപ്പോസിറ്ററിയിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ യൂസേഴ്സ് ഹാവ് ടു പോസ്റ്റ് ദ വർക്ക് ടു എ വെബ് സെർവർ. ഇപ്പം ഒരു MP3 ഫോമാറ്റിൽ ആ വെബ് സെർവറിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇതൊരു RSS ഫയൽ ഫോമാറ്റിൽ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എപ്പോഴും ഓർക്കുക, ഒരു MP3 ഫോമാറ്റിലാണ് ഇതെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഐപോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള ഡിവൈസസിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയലിൻ്റെ URL ഫയൽ നെയിമും ടെക്സ്റ്റും ഒക്കെ വെച്ചിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് ചെയ്യാതെ ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ള ഡിവൈസസിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ യൂസേഴ്സ് ലിസൺ ടു ദിയർ ഓഡിയോ ഓർ ലുക്ക് അറ്റ് ദിയർ വീഡിയോ ഫയൽ. അങ്ങനെ അത് ഡൗൺലോഡായി കിട്ടുന്നുണ്ട്. ഇനി എന്താണ് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, എഡ്യൂക്കേറ്റേഴ്സിന് കൂടുതലായിട്ട് പോഡ്കാസ്റ്റ് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പം അതിന് ദേ ഹാവ് ടു ഫോളോ 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് ആൻ എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. അപ്പം ഏതൊരു സംഗതിയാണെങ്കിലും ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ടു ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. ഇപ്പം ടീച്ചറല്ലെങ്കിലും ഏതൊരു പോഡ്കാസ്റ്റ് സാധാരണ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ദേ ഹാവ് ടു ക്രിയേറ്റ് ആൻ അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. അപ്പം അത് ആ ഒരു അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് കോംപ്ലെക്സ് കണ്ടൻറ്റ് മെറ്റീരിയൽ വിച്ച് ഇൻക്ലൂഡ്സ് ലോട്ട്സ് ഓഫ് ഇമേജസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ബിക്കോസ് സ്റ്റുഡൻസ് ജനറലി ഡോണ്ട് ടേക്ക് നോട്ട്, ദേ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദ കണ്ടൻറ്റ് ദേ ലിസൺ, അല്ലേ? അപ്പോൾ ഒരുപാട് കണ്ടൻറ്റ് ഒന്നും എടുക്കാണ്ട് ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊന്നും വരുന്ന അത്തരത്തിലുള്ള കണ്ടൻറ്റ് അല്ല. ബിക്കോസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ലിസൺ ചെയ്യാനുള്ള ആ രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നീട് വരുമ്പോൾ ഒരു സിംഗിൾ പോഡ്കാസ്റ്റ് ആയിട്ട്, അതായത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് കമ്മ്യൂണിക്കേറ്റ് ടു മച്ച് കണ്ടൻറ്റ് ഇൻ എ സിംഗിൾ പോഡ്കാസ്റ്റ്. അപ്പോൾ ഒരു പോഡ്കാസ്റ്റിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ
ടീച്ചേഴ്സ് ഹാവ് ടു ഡിറ്റർമിൻ ദെയർ എഡ്യൂക്കേഷണൽ എയിം ആൻഡ് പർപ്പസ് ഫോർ ഈച്ച് പോഡ്കാസ്റ്റ് ദേ ക്രിയേറ്റ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് എടുക്കുക. അപ്പം ആ ഒരു കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ടുള്ള ഒരു കണ്ടൻറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു എഡ്യൂക്കേഷണൽ എയിം ആൻഡ് പർപ്പസ്. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഓരോ പോഡ്കാസ്റ്റിൻ്റെയും എഡ്യൂക്കേഷണൽ എയിം ആൻഡ് പർപ്പസ് എന്താണെന്നുള്ളത് ടീച്ചേഴ്സ് ഹാവ് ടു ഡിറ്റർമിൻ. ദെൻ ടീച്ചേഴ്സ് ഹാവ് ടു എക്സ്പ്ലെയിൻ ദെയർ കണ്ടൻറ്റ് ത്രൂ ഇൻ്റർവ്യൂസ്, ഡയലോഗ്സ് ഓർ മോണോലോഗ്സ്. അപ്പം അവരെന്താണ് ആ ഒരു ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ദേ ഹാവ് ടു എക്സ്പ്ലെയിൻ. Then it's better if teachers produce their podcast in a personal and informal way, because some researchers in instructional media stated that students learn better using this method. അപ്പം എന്താണ് പോഡ്കാസ്റ്റുകൾ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം പേഴ്സണൽ ആയ ഒരു ഇൻഫോർമൽ വേയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആ ഒരു ഫീൽഡിലുള്ള റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ കാരണം സ്റ്റുഡൻസിന് ആ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിനേക്കാൾ എപ്പോഴും ആ ഒരു ടീച്ചറിൻ്റെ ആ ഒരു പേഴ്സണൽ ആൻഡ് ഇൻഫോർമൽ വേയിലുള്ള ഒരു ഒരു ഇൻഫോർമൽ സെറ്റപ്പിലുള്ള ഒരു പോഡ്കാസ്റ്റാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമെന്നുള്ളത്. ദെൻ ടീച്ചേഴ്സ് ഷുഡ് ഇൻറ്റഗ്രേറ്റ് ദെയർ പോഡ്കാസ്റ്റ് ഇൻ ടു ദെയർ കോഴ്സ് കണ്ടൻറ്റ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്, ബിക്കോസ് ദിസ് കുഡ് ബി വെരി യൂസ്ഫുൾ ഫോർ ദെയർ സ്റ്റുഡൻസ്. അപ്പം ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവരുടെ ആ ലേണിംഗ് ആക്ടിവിറ്റീസും അവരുടെ ആ ഒരു കോഴ്സ് കണ്ടൻറ്റും ലേണിംഗ് ആക്ടിവിറ്റി എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു പോഡ്കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് നോക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കമ്മിങ് ടുവേഴ്സ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പോഡ്കാസ്റ്റിംഗ്. ഇപ്പം ഈ പോഡ്കാസ്റ്റിങ്ങും ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും അതിന് കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുപോലെ ഈ പോഡ്കാസ്റ്റിങ്ങിൽ വരുമ്പോഴും വിക്കീസും ബ്ലോഗ്സും ഒക്കെ ഉള്ളതുപോലെ തന്നെ, അതായത് വാൻഡലിസം. ഇപ്പം വാൻഡലിസം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം, ഇടയ്ക്കുള്ള അഡ്വർടൈസ്മെൻറ്റ്, അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഈ പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്കും വരാറുണ്ട്. ആസ് എ റിസൾട്ട് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് എ പോഡ്കാസ്റ്റ് സ്പോയിൽഡ്. അതുപോലെ ഇതൊരു ഫ്രീ ഫോം നേച്ചറാണ്. ഇപ്പം ഈ പോഡ്കാസ്റ്റിങ്ങിനൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഈ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസൊക്കെ വരുമ്പോൾ അവിടെ ഒരു പെർമിഷൻ്റെ ഒന്നും ആവശ്യം വരാണ്ട് തന്നെ മിസ്ലീഡിങ് ആയിട്ടുള്ളത്, അതുപോലെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടൻസിലൊക്കെ ഈ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ്. പോഡ്കാസ്റ്റ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസിന് NPR ഉണ്ട്. NPR എന്ന് പറയുമ്പം നാഷണൽ പബ്ലിക് റേഡിയോ ആണ്. പിന്നെ വരുന്നത് ടെഡ് ടോക്സ് ഉണ്ട്. ടെഡ് ടോക്ക് എന്ന് പറയുമ്പം ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, ഡിസൈൻ. അപ്പോൾ ഇതെല്ലാത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ടെഡ് ടോക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ടെഡ് ടോക്ക് അതായത് ഒരു അമേരിക്കൻ മീഡിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ടെഡ് they post talks online for a free distribution under the slogan ideas worth spreading. അപ്പം അതാണ് അവരുടെ ആ ഒരു സ്ലോഗൻ, ഐഡിയാസ് വർത്ത് സ്പ്രെഡിങ്. അപ്പം അങ്ങനെ ഐഡിയാസ് ഇത് ഫ്രീ ആയിട്ടാണ്. അപ്പം ഐഡിയാസ് എത്രത്തോളം സ്പ്രെഡ് ആക്കാൻ പറ്റുന്നുണ്ടോ അതാണ് അതിൽ അവർ നോക്കുന്നത്. പിന്നെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ 100 ഒബ്ജക്ട്സ്, ദെൻ ISTE, പിന്നീട് സ്റ്റീവ് ഹാഗഡൺ, ദെൻ ദ സ്റ്റേറ്റ് ഓഫ് ടെക്, ക്ലാസ് റൂം 2.0, ലൈവ് റീച്ച്, എക്സെട്ര. ഇതൊക്കെ എന്ന് പറഞ്ഞാലും ഈ പോഡ്കാസ്റ്റ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. അതായത് ലേണിംഗ് അല്ലെങ്കിൽ മൊബൈൽ ലേണിംഗ്. അപ്പം ഈ ലേണിംഗ് അക്രോസ് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് ത്രൂ സോഷ്യൽ ആൻഡ് കണ്ടൻറ് ഇൻറ്ററാക്ഷൻസ് യൂസിങ് പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് ഈ ലേണിങ്ങിൽ നടക്കുന്നത്. അപ്പം ഇത് നമുക്കൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പേർപ്പസിലാണെങ്കിൽ ലേണേഴ്സ് യൂസ് മൊബൈൽ ഡിവൈസ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അറ്റ് ദർ കൺവീനിയൻറ്റ് ടൈം അല്ലേ. അപ്പം അവരുടെ ഇഷ്ടമുള്ള സമയത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ലേണിംഗ് മേക്സ് എഡ്യൂക്കേഷൻ മോർ ആക്സസിബിൾ ആസ് ഇറ്റ് എനേബിൾസ് ലേണേഴ്സ് ടു പെർസ്യൂ ദെയർ സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ ഷെഡ്യൂൾ. അപ്പം ഓരോ ആൾക്കാർക്ക് അവരവരുടെ ഷെഡ്യൂളിനനുസരിച്ച് ആ ഒരു ടൈമിൽ അവർക്ക് ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്.
അപ്പം ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റൂറൽ ഓർ റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാർക്ക് അപ്പം അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ചാലഞ്ചസ് കാരണം അതർ ലേണിംഗ് മൊഡാലിറ്റീസ് അവർക്ക് എന്താണ് അത്രത്തോളം ആപ്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ലേണിങ്ങിനുള്ള ആ ഒരു ഫെസിലിറ്റീസ് അവർക്ക് അവിടെ കിട്ടില്ല. അപ്പം പെർട്ടിക്കുലർലി ഈ ലേണിംഗ് എം ലേണിംഗ് പ്രസൻസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ആ ഒരു മൊബൈൽ ടെക്നോളജി വെച്ചിട്ടുള്ള ആ ഒരു ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് ഉള്ള പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം യൂസ്ഫുൾ ആണ്. എം ലേണിംഗ് പ്രൊവൈഡ്സ് എ പൊട്ടൻഷ്യൽ വേ ഫോർവേഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ടു ലാർജർ സെഗ്മെൻറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ. അപ്പം ഇത് നമ്മൾ നേരത്തെ ഒക്കെ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർക്ക് അല്ലേ അപ്പം ആ ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യാറില്ല. കാരണം ഒരുപാട് പേർക്കും ഒരേ ടൈമിൽ തന്നെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. Then M-learning allows a method of educational delivery that could be more effective than other methods. അപ്പം അങ്ങനെയും നമുക്ക് എന്താണ് ആ ഒരു എം ലേണിങ്ങിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പം എം ലേണിംഗ് ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ് ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ്, ദെൻ MP3 പ്ലേയേഴ്സ്, നോട്ട്ബുക്ക്, നെറ്റ് ബുക്ക് അങ്ങനെയുള്ള ഡിവൈസസ്, പിന്നെ മൊബൈൽ ഫോൺസ്, ടാബ്ലറ്റ് അങ്ങനെയുള്ളതൊക്കെ ഈ എം ലേണിംഗ് ടെക്നോളജീസിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ ഇപ്പം മൊബിലിറ്റിയാണ് അല്ലേ, നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഹാൻഡ് ഹെൽഡ് ഡിവൈസസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എം ലേണിംഗ് ഫോക്കസസ് ഓൺ ദ മൊബിലിറ്റി ഓഫ് ദ ലേണർ ഇൻറ്ററാക്ടിങ് വിത്ത് പോർട്ടബിൾ ടെക്നോളജീസ്. അപ്പോൾ നമുക്ക് ആ ഒരു പോർട്ടബിൾ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് അങ്ങനെയുള്ളൊരു സംഗതിയല്ല, അല്ലാണ്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസസ് വെച്ചിട്ടുള്ള ലേണിംഗ് ആണ്. ദെൻ യൂസിങ് മൊബൈൽ ടൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ലേണിംഗ് എയ്ഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇൻഫോർമൽ ലേണിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഫോർമൽ ലേണിങ്ങിൻ്റെ ഒരു മെയിൻ ടൂൾ തന്നെയാണ് ഈ ഒരു മൊബൈൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ്. എം ലേണിംഗ് ഈസ് കൺവീനിയൻറ്റ് ഇൻ ദാറ്റ് ഇറ്റ് ഈസ് ആക്സസിബിൾ ഫ്രം വെർച്വലി എനിവെയർ. അതുപോലെ ഷെയറിംഗ് ഈസ് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് എമംഗ് എവ്രി വൺ യൂസിങ് ദ സെയിം കണ്ടൻറ്റ് വിച്ച് ലീഡ്സ് ടു ദ റിസപ്ഷൻ ഓഫ് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ടിപ്സ്. അപ്പം എല്ലാവർക്കും എന്താണ് ഒരേ ടൈമിൽ തന്നെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എവിടെ ഇരുന്നാലും വെർച്വലി എനിവെയർ അല്ലേ, അപ്പോൾ നമുക്കങ്ങനെ നേരിട്ട് കാണുന്നു വേണ്ട വെർച്വൽ പ്ലാറ്റ്ഫോമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടൻറ് ട്രാൻസാക്ഷനൊക്കെ എഫക്റ്റീവായിട്ട് നടക്കാറുണ്ട്. ദിസ് ഹൈലി ആക്റ്റീവ് പ്രോസസ് ഹാസ് പ്രൂവൺ ടു ഇൻക്രീസ് എക്സാം സ്കോർസ്. അപ്പം ഈ ഒരു ടെക്നോളജിയൊക്കെ വന്നപ്പോഴേക്കും എന്താണ് ഈ എക്സാം സ്കോർസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എം ലേണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ എം ലേണിംഗ് ഓൾസോ ബ്രിങ്സ് സ്ട്രോങ് പോർട്ടബിലിറ്റി ബൈ റീപ്ലേസിംഗ് ബുക്സ് ആൻഡ് നോട്ട്സ് വിത്ത് സ്മോൾ ഡിവൈസസ് ഫിൽഡ് വിത്ത് ടൈലേർഡ് ലേണിംഗ് കണ്ടൻസ്. അപ്പം നമുക്കറിയാം ആ ഒരു നോട്ട്ബുക്ക്, ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ആ ഒരു മൊബൈൽ ഡിവൈസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പോർട്ടബിൾ ഡിവൈസിലൊക്കെ അത്രയും ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു കാര്യം നമുക്ക് എന്താണ് ഈസി ആയിട്ട് ക്യാരി ഓവർ ചെയ്ത് കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ഡിവൈസസിൽ നമുക്ക് എന്താണ് ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണ് ഹാൻഡി ആയിട്ട് മാറുകയും ചെയ്തു. M-learning has the added benefit of being cost effective as the price of digital content on the tablet is falling sharply compared to the traditional media. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ പറയുന്നത് ബുക്സ്, CD, DVD ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്കെന്താണ് ഈ ഇത്തരത്തിലുള്ള ഇപ്പോഴിപ്പോഴും എന്താണ് അത്തരത്തിലുള്ള മൊബൈൽ ഡിവൈസസിൻ്റെയൊക്കെ പ്രൈസ് കുറഞ്ഞു വരുന്നൊരു സമയമാണ്. അപ്പോൾ അതൊക്കെയാണ് മൊബൈൽ ലേണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്, എം ലേണിംഗ് അല്ലെങ്കിലും മൊബൈൽ ലേണിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ വെബ് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇപ്പം വെബ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് ഓഫൺ കോൾഡ് ഓൺലൈൻ ലേണിംഗ് ഓർ ഇ ലേണിംഗ്. അപ്പോൾ ഈ വെബ് ബേസ്ഡ് ലേണിംഗ് ആണ് ഓൺലൈൻ ലേണിംഗ് അല്ലെങ്കിൽ ഇ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലൈൻ കോഴ്സ് കണ്ടൻറ്റ്. അപ്പോൾ ഈ വെബ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് മെയിനായിട്ട് വരുന്നത് ഓൺലൈൻ കോഴ്സ് കണ്ടൻറ്റ് ആണ്. ദാറ്റ്സ് വൈ ദ വെബ് ബേസ്ഡ് ലേണിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ ലേണിംഗ് ഓർ ഇ ലേണിംഗ്. അപ്പം നമുക്ക് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമെയിൽ വരുന്നുണ്ട്, വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ഉണ്ട്, പിന്നെ വിക്കി, ചാറ്റ്, ബ്ലോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെബ് ബേസ്ഡ് ലേണിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്.
അപ്പം ഇങ്ങനെ ഈ ഇമെയിൽ ആണെങ്കിലും വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിലും അതുപോലെ ലൈവ് ലെക്ചേഴ്സ്, അതായത് ലൈവ് വീഡിയോ സ്ട്രീമിംഗ് ഒക്കെ ഓൾ ദീസ് തിങ്സ് ആർ പോസിബിൾ ത്രൂ വെബ് ബേസ്ഡ് കോഴ്സസ് മേ ഓൾസോ പ്രൊവൈഡ് സ്റ്റാറ്റിക് പേജസ് സജാസ് പ്രിൻറ്റഡ് കോഴ്സ് മെറ്റീരിയൽസ്. അപ്പം പ്രിൻറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും എന്താണ് ഇവർ വെബ് ബേസ്ഡ് കോഴ്സസിലൂടെ പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം സ്റ്റാറ്റിക്കും ഉണ്ട്, അതുപോലെ ഡൈനാമിക് ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വെബ് ബേസ്ഡിലാണെങ്കിൽ നടക്കുന്നുണ്ട്. ദെൻ മോഡൽസ് ഓഫ് വെബ് ബേസ്ഡ് ലേണിംഗ് വരുന്നുണ്ടായിരുന്നു. ദെൻ അത് കഴിയുമ്പോൾ അതായത് ഈ ഡിസ്റ്റൻസ് ലേണിങ്ങിലും ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു വെബ് ബേസ്ഡ് ലേണിംഗ് യൂസ്ഫുള്ളാണ്. ദെൻ കമ്മിങ് ടുവേഴ്സ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെബ് ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, അത് ആ പോയിൻറ്റ്സ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അത് കഴിയുമ്പോഴേക്കും അടുത്ത ഒരു ഏരിയ ആണ് വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇപ്പം വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഫോർ ദ ഡിജിറ്റൽ ആസ്പെക്ട്സ് ഓഫ് കോഴ്സ് ഓഫ് സ്റ്റഡി, യൂഷ്വലി വിത്തിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം നമ്മുടെ ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുള്ള എന്താണ് വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഫോർ ദ ഡിജിറ്റൽ ആസ്പെക്ട്സ് ഓഫ് കോഴ്സ് ഓഫ് സ്റ്റഡി. അപ്പം നമുക്ക് ആ ഒരു സാധാരണ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഡിജിറ്റൽ ആസ്പെക്ട്സ് ഓഫ് കോഴ്സസ് ഓഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉള്ളത്. ദേ പ്രസൻറ്റ് റിസോഴ്സസ്, ആക്ടിവിറ്റീസ് ആൻഡ് ഇൻറ്ററാക്ഷൻസ് വിതിൻ എ കോഴ്സ് സ്ട്രക്ചർ ആൻഡ് പ്രൊവൈഡ് ഫോർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് അസസ്മെൻറ്റ്. അതുപോലെ ദേ റിപ്പോർട്ട് ഫോർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഹാവ് സം ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസ്. അപ്പം ഇവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കി സിസ്റ്റംസോ അങ്ങനെ അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസോ ഒക്കെ ആയിട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റാണ് വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്ലാറ്റ്ഫോംസ് കോമൺലി അലോ. അപ്പോൾ ഇവിടെ കണ്ടൻറ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് കണ്ടൻറ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കണ്ടൻറ് ക്രിയേഷനും കണ്ടൻറ് സ്റ്റോറേജും അതുപോലെ ആ ഒരു കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനും, അതായത് യൂസ് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, അതൊക്കെ എന്താണ് ഈ ഒരു VLEയിൽ പോസിബിളാണ്. ദെൻ കരിക്കുലം മാപ്പിംഗ് ആൻഡ് പ്ലാനിങ് വരുന്നുണ്ട്. അപ്പം ആ ഒരു കരിക്കുലം മാപ്പിംഗ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലെസൺ പ്ലാനിങ്ങും അപ്പം അതുമായിട്ട് എന്താണ് റിലേറ്റ് ചെയ്ത് വരുന്ന അസസ്മെൻറ്റും അതുപോലെ പേഴ്സണലൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസും ഒക്കെ എന്താണ് ഈ ഒരു VLEയിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. ദെൻ ലേണർ എൻഗേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം പിന്നെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളും അതുപോലെ ഈ ലേണേഴ്സിനെ അവർക്ക് ആ ഒരു എന്താണ് ഇൻഫർമേഷൻസിനൊക്കെ ആക്സസ് ചെയ്യുന്ന ആ കാര്യങ്ങളുമൊക്കെ ഈ ഒരു VLE പ്ലാറ്റ്ഫോമിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം അവരുടെ ആ ഒരു ട്രാക്കിംഗ് പ്രോഗ്രസ്സും അതുപോലെ അച്ചീവ്മെൻറ്റും ഒക്കെ അപ്പം ആ ലേണർ എൻഗേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു പ്രോസസ്സും VLEയിൽ വരുന്നൊരു ഫാക്ടറാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ എന്ന് പറയുമ്പം ഇമെയിൽസ്, നോട്ടീസസ്, ചാറ്റ്, വിക്കി, ബ്ലോഗ്സ്, അപ്പോൾ അതൊക്കെ വഴി ലേണേഴ്സുമായിട്ടും അതുപോലെ എഡ്യൂക്കേറ്റേഴ്സുമായിട്ടൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും ഒക്കെ VLE പ്ലാറ്റ്ഫോംസ് വഴി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റിയൽ ടൈം കമ്മ്യൂണിക്കേഷനും. അപ്പോൾ അവിടെ ലൈവായിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ്ങും ഓഡിയോ കോൺഫറൻസിങ്ങും ഒക്കെ വഴി റിയൽ ടൈം കമ്മ്യൂണിക്കേഷനും പോസിബിളാണ് ഈ ഒരു വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്തിട്ട്. ഇനി അടുത്തത് ഈ വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ ദാറ്റ് മേ ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വെർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ കോഴ്സ് സിലബസ് ഉണ്ടായിരിക്കും, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ എബൌട്ട് ദ കോഴ്സ്. അപ്പം ഒരു പെർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രീ റിക്വസൈറ്റ്സ്, ക്രെഡിറ്റ്സ്, അപ്പോൾ എത്ര ക്രെഡിറ്റ് ആണുള്ളത്, അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണ്, പേയ്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ എത്ര ഫിസിക്കൽ സെഷൻസ് വരുന്നുണ്ട്, പിന്നെ ആ ഒരു ഇൻസ്ട്രക്ടറിനെ കുറിച്ചുള്ള കോൺടാക്റ്റ് ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു VLEയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നോട്ടീസ് ബോർഡ് ഫോർ കറൻറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദ ഓൺ ഗോയിങ് കോഴ്സ്. അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഏതൊരു കോഴ്സാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. ദെൻ ദ ബേസിക് കണ്ടൻറ്റ് ഓഫ് സം ഓർ ഓൾ ഓഫ് ദ കോഴ്സ്. അപ്പം അതായത് ആ ഒരു കോഴ്സ് ഇപ്പം അതിൻ്റെ ദ കംപ്ലീറ്റ് കോഴ്സ് ഫോർ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്ലിക്കേഷൻസ്, അതുപോലെ കൺവീനിയൻറ്റ് കോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു VLEയിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ മെറ്റീരിയൽസ്, അതായത് കോപ്പീസ് ഓഫ് ലെക്ചർ ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്, ഇപ്പം ടെക്സ്റ്റിൻ്റെ ഫോമാറ്റിലോ അല്ലെങ്കിൽ ഓഡിയോ ഫോമാറ്റിലോ വീഡിയോ പ്രസൻറ്റേഷനായിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വിഷ്വൽ പ്രസൻറ്റേഷനോ ഒക്കെ ആയിട്ട് എന്താണ് ആ ലെക്ചറിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും.
ദെൻ കമ്മിങ് ടുവേഴ്സ് ദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഒരു ക്ലൗഡിനെ തന്നെ ഓർത്താൽ മതി. അപ്പം ആ ഒരു ക്ലൗഡ് അല്ലേ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അലൗസ് സ്റ്റുഡൻസ് ആക്സസ് ടു ഹോംവർക്ക് വെറെവർ ദർ ഈസ് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ, ടീച്ചേഴ്സ് ടു ഇൻസ്റ്റൻ്റ്ലി അപ്ലോഡ് ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടീച്ചേഴ്സിന് എന്താണ് ലേണിംഗ് മെറ്റീരിയൽസിനെ അപ്ലോഡ് ചെയ്യാൻ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഈസിലി കൊളാബറേറ്റ് വിത്ത് വൺ അനദർ ആൻഡ് സേവ് മണി ആൻഡ് ഡേറ്റ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറിംഗ് ആണ് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്നത്. അപ്പം ആ ഒരു ക്ലൗഡ് പോലെ തന്നെ ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുക, ഡേറ്റയൊക്കെ സ്റ്റോറേജ് നടത്തി വെക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് മണി നമുക്ക് എന്താണ് വലിയൊരു കോസ്റ്റ് ഇല്ലാണ്ട് തന്നെ ഈ ഡേറ്റ സ്റ്റോറേജ് പോസിബിൾ ആകും. Cloud computing allows students to instantly access and store homework and test-related materials on remote servers. Their backpacks are lighter and they can work from wherever there is an internet connection. അപ്പം എല്ലാ കാര്യങ്ങളും എന്താണ് അവർ കൊണ്ട് നടക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം ഓരോരുത്തരുടെയും മൊബൈലിലും അങ്ങനെയൊക്കെ ഉള്ള സ്പേസൊക്കെ നമുക്കെന്താണ് ഒരുപാട് നഷ്ടമാകാതെ ഇത്തരത്തിലുള്ള ക്ലൗഡ് കമ്പ്യൂട്ടേഴ്സ് വഴി നമുക്കെന്താണ് ആ ഒരു സ്പേസൊക്കെ ലാഭിച്ച് ഡേറ്റ സ്റ്റോറേജ് എന്താണ് കുറേ ഡേറ്റ സ്റ്റോറേജിനുള്ള മണിയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഗൂഗിളിൻ്റെ ആണെങ്കിൽ ആ ഒരു ജി സ്യൂട്ട് പ്രൊഡക്ടിവിറ്റി ആപ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സ്കൂൾസിലൊക്കെ ആ ഒരു ജി സ്യൂട്ട് ആണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ജി സ്യൂട്ട് അപ്പം അതിലെന്താണ് എന്തൊക്കെയാണ് ആ ഒരു ജിമെയിലിൻ്റെ എല്ലാ കാര്യങ്ങളും ജിമെയിൽ വരുന്നുണ്ട്, ഹാങ് ഔട്ട്, കാലണ്ടർ, ദെൻ ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ക്ലാസ് റൂം, ജിമെയിൽ ആൻഡ് അതേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു ഗൂഗിൾ ജി സ്യൂട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സോഴ്സസ് ആണ്. ദെൻ ഗൂഗിളിനെ പോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റിലും. ഇപ്പം മൈക്രോസോഫ്റ്റിൽ ഒരുപാട് എന്താണ് പ്രൊഡക്ടിവിറ്റി ആപ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഓഫീസ് 365 എഡ്യൂക്കേഷൻ. അപ്പം അതിൽ ഓഫീസ് 365 എന്ന് പറയുമ്പോൾ ഒരു ക്ലൗഡ് ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ വേർഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസാണ്. അപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു ക്ലൗഡ് ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ വേർഷനാണ് ഈ ഓഫീസ് 365 എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്, MS പവർ പോയിൻ്റ്, എക്സൽ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ഡൗൺലോഡിങ് സോഫ്റ്റ്വെയർ ടു യുവർ ഹാർഡ് ഡ്രൈവ് യൂസ് സെറ്റപ്പ്. അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ ഓരോ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാണ്ട് ഈ ഒരു ഓഫീസ് 365 അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചാൽ ഇത്തരം ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും. അതുപോലെ ഇപ്പം ഇത് കൂടാതെ തന്നെ കോഴ്സറ എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോഴ്സറ. അപ്പം ആ കോഴ്സറയിലാണെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ത്രൂ ഇറ്റ്സ് എ ക്ലൗഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെയും എന്താണ് ആ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് കോഴ്സറയും യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ബ്ലാക്ക് ബോർഡ്. അപ്പം ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബ്ലാക്ക് ബോർഡ് അല്ലാണ്ട് ആ ഒരു ആപ്പും, അതായത് ബ്ലാക്ക് ബോർഡും ഈ ക്ലൗഡ് ബേസ്ഡ് ലേണിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് കിൻഡർഗാർട്ടൻ ടു 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലേണിംഗ് സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഈ ബ്ലാക്ക് ബോർഡിൽ വരുന്നത്. അതും ക്ലൗഡ് ബേസ്ഡ് ആണ്. പിന്നീട് വരുന്നത് അപ്പം ദെൻ ബ്ലാക്ക് ബോർഡ് ക്ലാസ് റൂം വരുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണ് വെർച്വൽ ക്ലാസ് റൂം, വീഡിയോ കോൺഫറൻസിങ്, അസൈൻമെൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്ക് ബോർഡ് ക്ലാസ് റൂം വരുന്നുണ്ട്. പിന്നെ ക്ലാസ് ഫ്ലോ എന്ന് പറയുന്നത് ഡിസൈൻ ഫോർ കണക്റ്റഡ് വൈറ്റ് ബോർഡ്സ് ആൻഡ് ഡിസ്പ്ലേസ്. അപ്പം അതൊക്കെയാണ് ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ദെൻ എഡ്ലിയോ, എവർനോട്ട്, ടോപ്പ് ഹാറ്റ്, വെറിഡിസ്, ദെൻ ക്ലൗഡ് ഗുരു, D2L ഇതൊക്കെ പറഞ്ഞാലും ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പം ഏതെങ്കിലും ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സിൽ അതിൽ തന്നിരിക്കുന്നതിൽ ക്ലൗഡ് ബേസ്ഡ് ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ലോങ് ടേം കോസ്റ്റ് സേവിങ്സ് ആണ് അല്ലേ. നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ലാണ്ട് കുറേ നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ബെറ്റർ കൊളാബറേഷൻ പോസിബിളാണ്. അപ്പം ഈ ഒരു ക്ലൗഡ് സോഫ്റ്റ്വെയർ ഉണ്ടായതുകൊണ്ട് നമുക്കെന്താണ് സപ്പോർട്ട് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. അതുപോലെ ടീച്ചർ മാനേജ്മെൻറ്റ് പോർട്ടൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റിമോട്ട് ലേണിംഗ്, വെർച്വൽ ക്ലാസ് റൂംസിൻ്റെയൊക്കെ ആ ഒരു റിമോട്ട്
കൺട്രോൾ അതൊക്കെ ഇവിടെ പറ്റുന്നുണ്ട്. പിന്നെ ക്ലൗഡ് മാനേജ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ക്രിയേറ്റ്സ് പ്ലെൻറ്റി ഓഫ് ന്യൂ കൊളാബറേറ്റീവ് പോസിബിലിറ്റീസ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈസി ആക്സസ് ആൻഡ് റിസോഴ്സ് അവൈലബിലിറ്റിയാണ്. ദെൻ സ്കെയിലബിലിറ്റി. ഇപ്പം സ്കെയിലബിലിറ്റി ഉണ്ട് ഈ ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ. ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഫെസിലിറ്റി ഗ്രോത്ത്. അപ്പം ആ ഒരു ഫെസിലിറ്റി ഗ്രോത്തിന് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ആ ഒരു കോസ്റ്റ് അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല. കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി പറ്റുന്നുണ്ട്. അതുപോലെ മോഡേണൈസിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. ഇപ്പം ഇതൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് നോക്കിയാൽ, അപ്പം ഇതിൽ കുറച്ച് എന്താണ് ഡിഫിക്കൽട്ടീസ് വരുന്നത്, അതായത് ഡിപ്പെൻഡൻസ് ഓൺ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അപ്പം ആ ഒരു സർവീസ് പ്രൊവൈഡേഴ്സിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെസ് കൺട്രോളാണ്. പിന്നെ വെൻഡർ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം എന്താണ് ആ ഒരു ഒരാൾക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പം ചില ഇതിലൊക്കെ ആ ഒരു ഇംപ്രോപ്പർലി സെക്യൂർഡ് ക്ലൗഡ് സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ സൈബർ അറ്റാക്സിനൊക്കെ അത് വഴിതെളിക്കും. പിന്നീട് എന്താണ്, പിന്നെ അപ്പ് ഫ്രണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലൗഡിൽ നിന്ന് വേറൊരു ക്ലൗഡിലേക്ക് പോകണമെങ്കിൽ ആ ഒരു മൈഗ്രേഷൻ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ വരുന്നതാണ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പം അതിൽ ബെനിഫിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുന്നത് ലോങ് ടേം IT കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു എന്താണ് കൺസിഡറേഷൻ പാർട്ട് വരുമ്പോൾ ഹൈ അപ്പ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ സീംലെസ് കൊളാബറേഷൻ വരുന്നുണ്ട്, റിസ്ക് ഓഫ് ഡൗൺ ടൈം വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അഡ്വാൻറ്റേജസും പിന്നെ വരുന്ന ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒരുമിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ.